എന്ന അധ്യായത്തിന് അല്പം സമയം കൂടിയേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് തന്നെ അദ്ദേഹം എത്തിയതും ഒരു ശ്രേഷ്ഠതയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സഹചാരികളും ഉണ്ട്. അവരെല്ലാം അദ്ദേഹം ദേവി പ്രത്യക്ഷം കഴിയുമ്പോൾ അദ്ദേഹം തന്നെ നമ്മളെ പരിചയപ്പെടുത്തും. അദ്ദേഹം നമ്മളോടും അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികമായ ഒരു അനുഗ്രഹം നമുക്ക് പകരും. ഒട്ടേറെപ്പാർ അങ്ങനെ ഒരു ക്ഷേത്രത്തിലെത്തുമ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ ഒരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന പോലെ. കാളികാവ് ദിവാകർജി, കാളികാവ് എന്ന് പറയുമ്പോൾ തന്നെ പൗർണമിക്കാവ്, ചക്കുളത്തുകാവ്, കാളികാവ്. അതിൽ സൂര്യപ്രഭയോടുകൂടി ആ പേരിന് വലിയ പ്രാധാന്യമാണ്. അദ്ദേഹം എത്തി ശ്രീരാമപഥം എന്ന ഒരു പുസ്തകവും അദ്ദേഹം നൽകി. മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ 7ാമത്തെ നക്ഷത്രത്തിൽ ജനിച്ച ഭഗവാന്റെ ഒരു സാന്നിധ്യം പോലെ ആ ഗ്രന്ഥത്തെയും കാണും. എന്തുകൊണ്ടും ശ്രീ സ്പർശനം കൊണ്ടുവന്ന വലിയ നീളമുള്ള ആ തുളസിമാലയും ഇവിടെ ആ ദീപവും ഒക്കെ തെളിച്ചപ്പോഴാണ് അന്നേരം ഒരു മിനിറ്റത്തേക്ക് കരണ്ടും പോയത്. അതൊക്കെ പ്രകൃതിയിൽ നടക്കുന്ന വലിയ വലിയ ഈശ്വര തത്വങ്ങളാണ്. നമ്മളവിടെയൊക്കെ ഇരുന്ന് അത് ആസ്വദിക്കുക. ജഗദമ്പയുടെ വീട്ടിലെ മക്കളായി നമ്മളിങ്ങനെ ഇരിക്കുക. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ ഒരു സ്ഥലത്ത് നിന്ന് കഴിച്ച്, ഗുരുവായൂരിൽ നിന്ന് വന്ന സുരേഷ്, അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നവരെയൊക്കെ ഒരുമിച്ച് ബന്ധിപ്പിച്ച് ഇങ്ങനെ ഒരു ദേവീ ഭാഗവത യാത്ര അമ്മ കൊണ്ടുവന്നു. 10 ദിവസമാണ്, 9 പകലുകളും ഒരു ഭദ്രദീപ പ്രതിഷ്ഠാ ദിവസം. അപ്പോൾ തീർച്ചയായും അതിന് യോഗ്യതയും അർഹതയും ഒക്കെ ഉള്ളവർക്ക് ഇതിനകത്ത് കയറിയിരിക്കാൻ സാധിക്കും. ഒരാൾക്കൂട്ടത്തിന് കുറെ ആളുകളെ സംഘടിപ്പിച്ച് വെളിയിൽ സ്റ്റേജൊന്നും കെട്ടി ചെയ്യുന്ന ഒരു ചടങ്ങല്ല പൗർണമികാവിനെ സംബന്ധിച്ചിടത്തോളം. സത്സംഗ പ്രേമികളായ കുറച്ച് ആളുകളെ ഒരുമിച്ചിരുത്തുക, അതിൽ വരുന്ന എല്ലാവർക്കും എത്ര നേരവും ഏത് ഭക്ഷണവും കൊടുക്കണമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ആ അന്നദാനത്തിൻ്റെ ചുമതലയും മേഖലത്തിരിക്കുന്നു. എന്തുകൊണ്ടും വളരെ വൈശിഷ്ട്യമുള്ള ഒരു മുഹൂർത്തം. ചതയം നക്ഷത്രം, ശ്രീനാരായണ ഗുരുദേവന്റെ നക്ഷത്രം, വിജയദശമി പോലെ ദശമി തിഥി, ഗുരുവാരമായ വ്യാഴാഴ്ച. ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം എന്ന് ചോദിച്ചതുപോലെ ആധ്യാത്മിക അനുഭൂതിക്ക് ഇനി എന്ത് വേണം എന്നാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ദേവി പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ ശ്രീ കാളികാവ് ദിവാകർജി തന്നെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ നമ്മളോട് അറിയിക്കും. വളരെ ധന്യമായ ഒരു മുഹൂർത്തമായി അതിനെ കണ്ടുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പുണ്യാത്മാക്കളുമൊക്കെ ഈ ഇന്നത്തെ പകലിൻ്റെ 4ാം യാമം ആരംഭിക്കുന്ന സമയം 3:15 മുതൽ 6:15 വരെ ഓരോ യാമത്തിലും ഓരോ വിഭൂതികൾ കാണാമല്ലോ. അതാണ് ഇവിടെ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ 24 മിനിറ്റിനുള്ളിൽ, ഒരു നാഴികയ്ക്കുള്ളിൽ ഒരു ഗരുഡൻ വന്നു. പിന്നെ ഒന്നുകൂടിയാവുക. വിമാനഗമനം വായിക്കുമ്പോൾ വിമാനം വരിക. പൂമാരി പെയ്തു എന്ന് പറയുമ്പോൾ ചെറിയ മഴ പെയ്യുക. 5 ദേവിമാർ ഒരേ സമയം വർക്കലയിൽ നിന്ന് എത്തിച്ചേരുക. ഒരു കുട്ടി വരുമ്പോൾ ആ കുട്ടിയുടെ പേര് അന്വേഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീകൃഷ്ണൻ തന്നെയാണെന്ന് പറയുക. മലയോര തിരുമേനിയുടെ ഇടതുവശത്തെ മഹാവിഷ്ണുവിനെ ഹൃദയം ഭൂലോക വൈകുണ്ഠം എന്ന സങ്കല്പത്തിൽ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹവും വലതുവശത്ത് ശ്രീകൃഷ്ണ ഭഗവാനെയും വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജീവനോടുകൂടിയുള്ള ഒരു കുട്ടി ആ പേരിലെത്തുക, ശ്രീകൃഷ്ണൻ.